ഹായ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മൈക്ക് വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ടോപ്പിക് സിജോ ആണ്. സിജോ ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റൻ്റ് ആണ് സിജോ. ഒരു ഫിസിക്കൽ അസോൾട്ടിനെ തുടർന്ന് സിജോനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അസീറോക്കി എന്നൊരു കണ്ടസ്റ്റൻ്റ് സിജോനെ പഞ്ച് ചെയ്തിട്ട് സിജോയുടെ അണപ്പല്ലിൻ്റെ അവിടെ സർജറിയൊക്കെ വേണ്ടി വന്നു. സിജോ 3 ആഴ്ചയായിട്ട് ബിഗ് ബോസ് വീടിന് പുറത്താണ്. നിലവിൽ ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. സിജോ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്ന് കുറച്ച് റൂമേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വഴിവെച്ച സിജോയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. അപ്പോൾ എന്താണ് സിജോ തിരിച്ച് വരുന്നുണ്ടോ, വരുവാണെങ്കിൽ എന്തൊക്കെ കടമ്പ കാണ്ടിയിട്ടായിരിക്കും സിജോയ്ക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പറ്റുക? ആദ്യം തന്നെ പറയുവാണെങ്കിൽ സിജോ ഇപ്പോൾ 2.5 ആഴ്ചയായിട്ടും ഫ്ലൂയിഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ, അതുപോലെ തന്നെ ജ്യൂസസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞൊരാഴ്ചയായിട്ടാണ് സിജോ ഫുഡിലായിട്ട് മാറിയിട്ടുള്ള. ഈ കാലയളവിൽ സിജോയ്ക്ക് അത്യാവശ്യം വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. നിലവിലെ വെയിറ്റിലേക്കാൾ ഒത്തിരി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. കാര്യം 2 ആഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളം കുടിച്ച് ഇപ്പോൾ റൊട്ടീനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, ഫുഡൊക്കെ എന്നും കഴിക്കുന്നൊരു വ്യക്തിയാകുമ്പോൾ 2 ആഴ്ച ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം സിജോ അത്യാവശ്യം ഒരു ഫിറ്റായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ വെയിറ്റ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. മെൻ്റലി നമുക്ക് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി സിജോയ്ക്ക് ഡോക്ടറിൻ്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണ്ടി വരും. അതുപോലെ തന്നെ സിജോയുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. ബിഗ് ബോസിന് അറിയാമല്ലോ, പ്രയോറിറ്റി എപ്പോഴും ഹെൽത്ത് ആയിരിക്കും. ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമായിരിക്കും. പിന്നെ സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കൗൺസിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ബിഗ് ബോസിൽ. ഞാൻ പണ്ടൊരു നമ്മുടെ ബെഡായ ബംഗ്ലാവിലെ ആര്യ, ബിഗ് ബോസ് സീസൺ 2 കണ്ടസ്റ്റൻ്റായ ആര്യയുടെ ഇൻ്റർവ്യൂ കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് തിരിച്ച് കയറുവാണെങ്കിൽ, അകത്ത് കയറുവാണെങ്കിൽ, അപ്പോൾ എങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കാണുമായിരിക്കും. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം സിജോ കംപ്ലീറ്റ്ലി പാസ് ആവുകയാണെങ്കിലും, പിന്നെ അതുമാത്രമല്ല ഇനി സിജോനെ എങ്ങനെ ബിഗ് ബോസ് പ്രസൻറ്റ് ചെയ്യും. വൈൽഡ് കാർഡുകളുടെ കളി സിജോ പുറത്തുനിന്ന് കണ്ടിട്ടാണ് നിൽക്കുന്നത്. സിജോ നല്ലൊരു ഗെയിമറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു കിടിലൻ ഗെയിമറാണ് സിജോ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക, ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ എങ്ങനെയായിരിക്കും സിജോനെ പ്രസൻറ്റ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സിജോ കയറുവാണെങ്കിൽ, സിജോ ഇപ്പോൾ നിലവിൽ കയറുന്ന ഒരു 40% ചാൻസ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതേ പറയാൻ നമുക്ക് ഈ കാര്യത്തിൽ പറ്റത്തുള്ളൂ. സർജറി ചെയ്തൊരു വ്യക്തിയാണ് സിജോ. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. അത് ഏകദേശം ഒരു മാസം റെസ്റ്റ്, 1.5 മാസം റെസ്റ്റെങ്കിലും വേണം ആ കാര്യത്തിന്. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും നടക്കുന്നതെന്ന്. എന്തായാലും ഏഷ്യാനെറ്റ് നല്ല രീതിയിലായിരിക്കും സിജോനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തുപോയ ഒരു വ്യക്തിയല്ലേ. അല്ലെങ്കിൽ സിജോ എന്തായാലും ഇപ്പോൾ വേറെ ലെവലായിട്ട് പോയേനെ. ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിലും ദൗർഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വീഡിയോ അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്.